ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനുജാമു. നമുക്കിതൊരു കുട്ടി വ്ളോഗായാലോ ഗായ്സ്? ഒരു ടെമ്പിൾ ഡേ. അപ്പൊ എങ്ങനെയാ പോവല്ലേ? രാവിലെ തന്നെ കുളിച്ച് അണിഞ്ഞൊരുങ്ങി പോവാണ്. വെള്ളത്തിൽ വീണ കോഴീനെ പോലെ ഉണ്ട് എന്നെ കാണാൻ എനിക്കറിയാം. ബട്ട് യു ഗായ്സ് അഡ്ജസ്റ്റഡ്. പൂ വേണോ നിങ്ങൾക്ക്? പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് പൂക്കളൊക്കെ ഞാൻ പറിക്കും. വെറുതെ ഒരാവശ്യമില്ല. ധൃതി പിടിച്ച് എൻ്റെ മാതാശ്രീ പോകുന്നത് നട അടക്കാനായി എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ എനിക്കറിയാം എന്നെ കാണാതെ ഏത് നട അടക്കാനാണ്. ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ 1 മാസം 2 മാസത്തിലധികം ആയിട്ടുണ്ട്. കാരണം ഉത്സവം തുടങ്ങുന്നതിന് മുന്നേ ഞാനെടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ ഉത്സവവും കഴിഞ്ഞ് പൂരവും കഴിഞ്ഞ് ആ കാണുന്ന ഷീറ്റും സംഭവങ്ങളൊക്കെ കൊണ്ടുപോയിട്ടും കുറേ ദിവസം കഴിഞ്ഞാണ് ഞാൻ ഈ റീൽ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്, മടി. അല്ലാണ്ട് വേറെ എന്താ അല്ലേ? ഹായ്, ഈ കണ്ണാടി കാണാൻ കൊള്ളാല്ലേ ഗൈസ്? മറ്റേ വാൽക്കണ്ണാടിയുടെ കുറച്ച് വലിയ വേർഷൻ. അങ്ങനെ അമ്മ കാര്യമായിട്ട് പ്രാർത്ഥിക്കണ്ടായി. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിച്ചതെന്നൊരു ഭീഷണി സ്വരത്തോടെ ഞാൻ ചോദിച്ചിട്ട് വലിയ മറുപടിയൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ ചമ്മി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇറങ്ങി പ്രസാദമൊക്കെ തൊട്ട് തീർത്തൊക്കെ കുടിച്ച് അവലും മലരും ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറിയൊക്കെ തൊട്ട് ഇറങ്ങാണ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നേന്ന് വെച്ചാൽ ഗൈസ്, നിങ്ങൾ എന്നെ പോലെ വല്ലപ്പോഴൊക്കെ അമ്പലത്തിലോ പള്ളിയിലോ ചേർച്ചിലൊക്കെ പോ. ആ മനസ്സൊക്കെ ഒന്ന് നന്നാവട്ടെ. വെറുതെ. അങ്ങനെ ഗൈസ് നമ്മളിതേ അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങി വന്നു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങളോടാണ്. പറയാനല്ല, ചോദിക്കാനുള്ളത്. പുതിയൊരു മൈക്ക് മേടിച്ചു ഗൈസ്. അതിലാണ് ഞാൻ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ. ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി എങ്ങനെയുണ്ട്? ഞാനിത് റിട്ടേൺ ചെയ്യണോ അതോ വെക്കണോ? ഇതിൽ എൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് എടുക്കണോ എന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിലിരിക്കും. അപ്പോൾ ഗൈസ് കമൻറ്റ് ഇട്ടോളൂ. ബൈ.